ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്പെയർ റിസപ്റ്റർ. സ്പെയർ റിസപ്റ്ററിനെ റിസർവ് റിസപ്റ്റർ എന്നും കൂടി വിളിക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരു ഡ്രഗ് അതിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സ്പെസിഫിക് റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് അത് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ മെക്കാനിസം. അപ്പോൾ സ്പെയർ റിസപ്റ്റർ എന്ന് പറഞ്ഞെങ്കിൽ സെല്ലിൽ പ്രസൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ റിസപ്റ്ററാണ്. അപ്പോൾ ഒരു ഡ്രഗിന് മാക്സിമം റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ റിസപ്റ്ററിനെ പോയിട്ട് ബൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റിസപ്റ്റേഴ്സ് എപ്പോഴും അൺഒക്കുപ്പൈഡ് ആയിട്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഡ്രഗിന് അതിൻ്റെ മാക്സിമം റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സെല്ലിലുള്ള എല്ലാ റിസപ്റ്ററിനെ പോയിട്ട് ബൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹയർ പെർസെൻറ്റേജ് ഓഫ് സ്പെയർ റിസപ്റ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റർ ടിഷ്യൂ സെൻസിറ്റിവിറ്റിയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മോട്ടോർ പ്ലേറ്റിൽ ആരുണ്ട്? അസറ്റൈൽ കൊളൈൻ സ്പെയർ റിസപ്റ്റർ ഉണ്ട്. അപ്പോൾ അസറ്റൈൽ കൊളൈനാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നോർമൽ മസിൽ ട്വിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസറ്റൈൽ കൊളൈനാണ്. അപ്പോൾ 50% അസറ്റൈൽ കൊളൈൻ റിസപ്റ്ററിനെ ടോക്സിൻസ് വന്നിട്ട് ബ്ലോക്ക് ചെയ്തെങ്കിൽ മസിൽ ട്വിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഡിക്രീസ് കാണുന്നുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? ബാക്കി 50% അസറ്റൈൽ കൊളൈൻ റിസപ്റ്റർ എന്ന് പറയുന്നത് സ്പെയർ റിസപ്റ്ററാണ്. അത് അസറ്റൈൽ കൊളൈന് പ്രൊഡ്യൂസ് ചെയ്യുന്ന നോർമൽ മസിൽ ട്വിച്ചിൽ അത് ഇൻവോൾവഡ് അല്ല. കാരണം എന്താ? 50% അസറ്റൈൽ കൊളൈൻ റിസപ്റ്ററിനെ ടോക്സിൻസ് വന്നിട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ തന്നെ നോർമൽ മസിൽ ട്വിച്ചിൽ ആംപ്ലിറ്റ്യൂഡിൽ ഡിക്രീസ് ഉണ്ടായി. 100% ബ്ലോക്ക് ആക്കിയിട്ടില്ല. ഓൺലി 50% റിസപ്റ്റേഴ്സ് മാത്രമേ ബ്ലോക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആംപ്ലിറ്റ്യൂഡിൽ ഡിക്രീസ് ഉണ്ടായി. അപ്പോൾ ബാക്കി 50% അസറ്റൈൽ കൊളൈൻ റിസപ്റ്റർ എന്താണ്? സ്പെയർ റിസപ്റ്റർ ആണല്ലോ. എക്സ്ട്രാ റിസപ്റ്റേഴ്സ് ആണ്, അത് ഇൻവോൾവഡ് അല്ല. നോർമൽ മസിൽ ടച്ചിൽ ഇൻവോൾവഡ് അല്ല. അതാണ് സ്പെയർ റിസപ്റ്ററിന് എക്സാമ്പിൾ. ഇനി ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. ഒരു അഗോണിസ്റ്റ് റിസപ്റ്ററിനെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്തെങ്കിൽ അത് ആക്ടിവേറ്റഡ് സ്റ്റേറ്റിൽ ഉണ്ടാകും ആ റിസപ്റ്റർ. ആ റിസപ്റ്ററിൽ പോയിട്ട് കുറേ അഗോണിസ്റ്റ് പോയിട്ട് ബൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് 1 മോളിക്യൂൾ ഓഫ് അഗോണിസ്റ്റ് പോയിട്ട് ബൈൻഡ് ചെയ്തെങ്കിൽ തന്നെ ആ റിസപ്റ്റർ എന്താവും? ആക്ടിവേറ്റഡ് ആവും. ഇങ്ങനെ ഫ്യൂ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആകുമ്പോൾ സെൽ സിഗ്നൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാക്സിമൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിംഗിൾ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ മതി അഡിനൈലൈറ്റ് സൈക്ലേസ് എൻസൈമിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ ഈ എൻസൈം സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ലാർജ് നമ്പർ ഓഫ് CMP മോളിക്യൂളാർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ കുറേ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യണമെന്നില്ല. സിംഗിളായിട്ടുള്ള ഒരു ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ മതി ആ എൻസൈമിനെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും ലാർജ് നമ്പർ ഓഫ് CMP മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യാനും ദർബൈ നമുക്ക് ആഗോണിസ്റ്റിൻ്റെ ആക്ഷന് പ്രൊഡ്യൂസ് ചെയ്യാൻ സിംഗിൾ റിസപ്റ്ററിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്പെയർ റിസപ്റ്റർ. സാധാരണ 2 മാർക്കിന് ചോദിച്ചിട്ട് കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. അതിൽ കൂടുതൽ മാർക്കിൽ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ബൈ.